കുമ്പള കൊടിയമ്മയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നത് പതിവാകുന്നു. ഇതിന്റെ പല ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതോടെ വലിയ ആശങ്കയിലും ആധിയിലുമാണ് പ്രദേശവാസികളും ഒപ്പം ഇതുവഴിയുള്ള യാത്രക്കാരും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. രാപ്പകൽ ഭേദമന്യേ കാട്ടുപന്നികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിനാൽ കുടിയിറക്കിന്റെ വക്കിലാണിപ്പോൾ കുമ്പള കൊടിയമ്മയിലെ കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം രാവിലെ കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ റോഡിൽ കാട്ടുപന്നിയെ കണ്ടതോടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ബാഗും ഷൂസും ഉപേക്ഷിച്ച് ഭയന്നോടുകയായിരുന്നു. അവശ നിലയിലായിരുന്ന പന്നിയെ ഓടിക്കൂടിയവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിന്നീട് വനപാലകരെത്തി പിടികൂടുകയായിരുന്നു. കാസർഗോഡ് കുമ്പളയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകർ ഇബ്രാഹിം കൊടിയമ്മയാണ്. ഇന്ന് കൊടിയമ്മ എൻ്റെ നാട്ടിൽ സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാട്ടുപന്നി, അതിവിടെ കൊടിയമ്മയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു 16 ഏക്കർ സ്ഥലത്ത് മറ്റേ കാറ്റാടി മരവും കശുവണ്ടിൻ്റെ മരമെല്ലായിട്ടുള്ളൊരു കാട് കിടക്കുന്നുണ്ട്. അത് ഒരുപാട് വർഷമായിട്ട് അത് കൊത്തണോ, അത് ലേലം വിളിച്ച് കൊടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ പഞ്ചായത്തിൻ്റെ നടപടിയിലേക്ക് നീങ്ങിയിട്ടുമില്ല. അത് വെറുതെ ഇങ്ങനെ കാട്, ഒരു ജനവാസ കേന്ദ്രത്തിലുള്ള ഒരു കാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ മദ്രസകൾ 2-3 മദ്രസയിലേക്ക് ഈ കാട്ടിൽ കൂടെയാണ് കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴി. രാവിലെ പൊലിച്ചക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഈ പന്നിശല്യം ഒരുപാട് ഉള്ള പ്രദേശമാണ്. ഇന്ന് രാവിലെ സ്കൂൾ വാന് കാത്തു നിൽക്കുന്ന കുട്ടീനെ പന്നി ഓടിച്ചിട്ട് പന്നിനെ കണ്ട് കുട്ടി പേടിച്ചിട്ട് ബാഗും ഷൂവും അവിടെ ഒഴിവാക്കിയിട്ട് ഓടുന്ന കണ്ടിട്ട് ഞാൻ പോയപ്പോഴത്തേക്കുണ്ട് പന്നി വന്നിട്ട് ഒരു വീട്ടിലെ സൈഡിൽ പതുങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ ദിക്കും ദിശയുമില്ലാതെ കാട്ടുപന്നികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം എണ്ണാനാകാത്ത വിധം കാട്ടുപന്നികൾ ഈ ഭാഗത്തെ റോഡിലിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരൻ പകർത്തിയത് പുറത്തു വന്നതിനു പിന്നാലെ അടങ്ങാത്ത ആശങ്കയിലും ആധിയിലുമാണ് നാട്ടുകാരും ഒപ്പം ഇതുവഴിയുള്ള യാത്രക്കാരും. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു മദ്രസ അധ്യാപകന് നേരെ പന്നിക്കൂട്ടം പാഞ്ഞെടുക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇയാൾ പന്നിയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സാമൂഹിക വനവൽക്കരണത്തിന്റെ വിഭാഗത്തിന്റെ കശുമാവിൻ തോട്ടത്തിനകത്ത് തമ്പടിക്കുന്ന പന്നിക്കൂട്ടമാണ് ജനവാസ കേന്ദ്രങ്ങളിലെത്തി ഭീതിയും വിനാശവും വിതയ്ക്കുന്നത്. മേഖലയിലെ പല കുടുംബങ്ങളും പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇതിനോടകം നിരവധി വളർത്തുമൃഗങ്ങളെയും പന്നികൾ ആക്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യം പലതവണ പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. കൊടിയമ്മ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം മൂലം സ്കൂളിലും അതോടൊപ്പം തന്നെ മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ശല്യമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃഷിസ്ഥലത്ത് കൃഷികൾ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ പലവിധത്തിലുള്ള കൃഷിനാശം ഈ പ്രദേശത്ത് നിത്യസംഭവമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നിയെ തുരത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. പഞ്ചായത്തിനെ അക്രമകാരികളായ പന്നികളെ വെടിവെക്കാൻ അധികാരം നൽകുന്നുണ്ടെങ്കിലും ഇവിടെ അതൊന്നും നടക്കുന്നില്ലെന്നാണ് ജനം പറയുന്നത്. മാത്രമല്ല, സ്കൂളുകളും മദ്രസകളും കൂടാതെ 100 കണക്കിന് വീടുകളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ എന്തിനാണിങ്ങനെ കാട് വളരാൻ അനുവദിക്കുന്നതെന്നും ആളുകൾ ചോദിക്കുന്നു. കാട്ടുമരങ്ങളും കാടുകളും വെട്ടിമാറ്റി ഇവിടെ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നാണ് നാട്ടുകാരെല്ലാം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.